ആ ഇത് ഫയൽ എടുക്കുന്നതാണല്ലോ. ബാഗിലെടുത്ത് വയ്ക്കുന്നത് പണമല്ല, ഫയലാ അല്ലേ? വെക്കില്ലേ? പണമാണോ ഫയലാണോ എന്ന് വ്യക്തമാകാൻ ഒന്നുകൂടി വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കാം. അല്ല, ഞാൻ പറഞ്ഞത് തർക്കമുണ്ടെങ്കിൽ മതി. എനിക്ക് തർക്കമൊന്നുമില്ല. പണം എടുക്കുന്ന സീൻ പിറകെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ദന എടുത്തുകൊണ്ട് പോകുന്ന ഫയൽ വളരെ പ്രധാനപ്പെട്ടതും വിലപിടിപ്പുള്ളതുമാണ്. എൻ്റെ അറിവോ സമ്മതമില്ലാതെ ഫയൽ എടുത്തുകൊണ്ട് പോകുന്നതും മോഷണമല്ലേ? ഫയൽ എടുത്തുകൊണ്ട് പോകാൻ ധൈര്യം കാണിച്ച വന്ദനയ്ക്ക് പണം മോഷ്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമല്ലോ. മോഷ്ടിച്ചതല്ല, അതൊരു കറക്ഷന് വേണ്ടി എടുത്തതാ. ഫയൽ പരിശോധിച്ച അതിന് ഞാൻ കറക്റ്റ് ചെയ്ത ഭാഗവും കാണാം. വക്കീൽ എല്ലാ ഫയലുകളും പരിശോധിച്ച് നമ്പർ ഇട്ട് വെക്കാൻ പറഞ്ഞിരുന്നതാണല്ലോ. ഒരു ദുരുദ്ദേശവും ഇല്ലാതെ സ്വമനസ്ഥലം ഞാനൊരു സേവനം ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ അത് അഭിനന്ദിക്കേണ്ട കാര്യമല്ലേ വക്കീലേ? അതിനിങ്ങനെ മോഷണം എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നത് ചീപ്പല്ലേ? ആ മോഷണത്തിന്റെ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കണോ? സർ, കണ്ടല്ലോ, ഇത് വന്ദന പണം മോഷ്ടിക്കുന്ന വീഡിയോ തന്നെയാണല്ലോ. ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണോ? ഇനി പൗരന്റെ അവകാശവും പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങിയാൽ കൂട്ടുപ്രതിയാക്കി ആകത്തിടും. ഇല്ല, ഞാൻ ആരെയും പണം മോഷ്ടിച്ചിട്ടില്ല. ഇങ്ങനൊരു സംഭവം ആ സ്റ്റോറൂമിൽ നടന്നിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ചതി? മാങ്ങാത്തൊലി. കള്ളിയെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുക ഒരു ദേവദൂതൻ. ഇനി ജഗനല്ല, ഇവന്റെ അച്ഛൻ കരുണാകരക്കുറിപ്പ് വന്നാലും ഇവളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വന്ദന മോഷണത്തിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ അതൊന്നുകൂടി കാണണം എനിക്ക്. ഇട്ടുകൊടുക്കണോ? ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അതൊന്ന് കുറച്ചുകൂടെ പോസ് ചെയ്ത് അവിടെ ഒന്ന് സൂം ചെയ്ത് അതൊന്ന് ആ കലണ്ടർ ഭാഗം ഒന്ന് സൂം ചെയ്യൂ. വന്ദന ക്യാഷ് മോഷ്ടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന കലണ്ടറിലെ ഡേറ്റ് അല്ലല്ലോ, വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ കാണിക്കുന്ന ഡേറ്റ്. അതായത് ഈ രണ്ടാമത് കാണിച്ച വീഡിയോ മോഷണം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം എടുത്തതല്ല. ഇത് വന്ദനയെ കൊടുക്കാൻ വേണ്ടി വന്ദനയോട് സാമ്യമുള്ള ആരെയോ വെച്ചെടുത്ത കൃത്രിമ മോഷണ വീഡിയോ ആണ്. ഇൻസ്പെക്ടർ സാറേ, സത്യം പറഞ്ഞില്ലെങ്കിൽ വകുപ്പ് മാറും.
ഇപ്പൊ പണം എസ് ഐ സാറേ, വാദി പ്രതിയായ സ്ഥിതിക്ക് പ്രതി സത്യം പറയട്ടെ. ഞാൻ പറയാം. വന്ദന പണം മോഷ്ടിക്കുന്ന സീൻ ജഗൻ പറഞ്ഞ പോലെ കൃത്രിമമായി ഷൂട്ട് ചെയ്തതാണ്. ആ വീഡിയോ കണ്ടത് വന്ദനയല്ല, വന്ദനയുമായി രൂപസാദൃശ്യമുള്ള മറ്റു എങ്കിൽ കേസ് പിൻവലിച്ചായും പരാതിയില്ലെന്നും എഴുതി ഒപ്പിടിക്ക്. ഒപ്പിട്ട് കൊടുക്കാം. ഈ വക്കീലിന്റെ കുബുദ്ധി വെച്ച് വല്ല നെറുകേടും കാണിച്ചാ പിന്നെ വക്കീൽ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞാൽ ഇതേ ജഗന്റെ വാക്കാ. തൽക്കാലം ഈ പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത് വെച്ചേ ഒരു കളിയുണ്ട് എനിക്ക്. വാ വന്ദനെ. നശിപ്പിച്ച് ജഗ, ഇതാ വർഗീസ് വക്കീലും എസ് ഐ സാറും തമ്മിലുള്ള ഒത്തുകളിയാ ജഗ. പണത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യും. ആ വേണ്ട വക്കീലേ, ജാമ്യത്തിൻ്റെ കാര്യമൊന്നും വന്നില്ല. എല്ലാം ധാരണയായി. വേണ്ട വക്കീൽ ഇപ്പം കൊണ്ട് വരണ്ട. ഓക്കെ. അമ്മേ, എസ്ഐയുടെ പക വെച്ച് നോക്കുമ്പോ എന്റെ കുഞ്ഞ് ഈ ജന്മം രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോനെ. ദേവിയെ നിന്ന് തക്ക സമയത്ത് എത്തിച്ചത് എന്ത് പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല മോനെ. എന്താ അമ്മേ ഇത്? പ്രത്യുപകാരം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഇനിയും വരുമല്ലോ.
മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചിലരൊക്കെ കൃത്യസമയത്ത് എത്തണമെങ്കിൽ വണ്ടി 150 പറപ്പിച്ച് കാണുമല്ലോ. ഏതായാലും നന്ദിയുണ്ട് അളിയ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജഗൻ ഹീറോ ആയിരിക്കുക. വർഗീസ് സാർ ഒന്ന് നിന്നേ. ഇതൊരുമാതിരി നാറിയ ഏർപ്പാടായിപ്പോയി. സാറിന്റെ മോളോ മറ്റോ ആയിരുന്നെങ്കിൽ സാർ ഈ പണി ചെയ്യുമായിരുന്നോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണവും പറ്റിയിട്ട് ചതിക്കുന്ന ഏർപ്പാടല്ലേ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തത്? ഇത് പോലീസ് സ്റ്റേഷനാ, അത് മറക്കണ്ട. അറിയാം സാറേ, തെളിവുണ്ടാക്കാൻ നിങ്ങളും കൂട്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു നാടകം ഇവിടെ അരങ്ങേറിയത്. എന്നെ ചതിച്ച വക്കീലിന്റെ കരണത്തൊന്ന് പൊട്ടിക്കേണ്ടതാ. പോലീസ് ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യുന്നില്ല. ഇതാ എന്റെ രാജിക്കത്ത്. ആ നരകത്തിലെ ജോലി എനിക്കിനി വേണ്ട. കൊണ്ടുപോക്കോ. കള്ളം കാണിച്ച് ഒരാളും അധികം നാൾ മുന്നോട്ട് പോയ ചരിത്രമില്ല. ഇത് വച്ചേക്ക്. നിനക്കുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സമയവും സന്ദർഭവും ഒക്കുമ്പോൾ പലിശ സഹിതം ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ വക്കീൽ പോ. എന്റെ കൈയുടെ ചൂട് നീ അറിയണ്ട. എസ് ഐ സാറേ, രാജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ദന ഇവിടെ ഒരു പെറ്റീഷൻ തന്നിരുന്നല്ലോ. അതിന്റെ കാര്യം എന്തായി? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലക്ഷ്യമായൊരു മറുപടി അല്ല എനിക്ക് വേണ്ടത്. ഊർജിതമായി അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അതിലും എനിക്ക് ഇടപെടേണ്ടി വരും. എന്താ? ഞാൻ ട്രൈ ചെയ്യാം. അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഇരുട്ടടിയല്ല, പകലടി തന്നെ. നാട് റോഡിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഈ ജഗനെ തനിക്ക് അറിയില്ല. പോടേ. ഇനി എല്ലാവർക്കും പോവാം.
മോനെ ചന്ദ്രിയമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മയുടെ മോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ. ഹലോ സാർ, ഇപ്പോൾ ഒരു സംഭവം നടന്നു. കുറുപ്പ് സാറിന്റെ മോൻ ജഗൻ വന്ന് വന്ദനയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. രാജീവിന്റെ കൊലപാതകത്തെക്കുറിച്ച് വന്ദന നൽകിയ കേസ് അന്വേഷിക്കാനും ജഗൻ പറഞ്ഞേക്ക. എല്ലാം ഞാൻ വിളിക്കാം. എന്താടോ, ഇൻസ്പെക്ടറാണോ വിളിച്ചത്? എന്താ മറുപടി ഒന്നുമില്ലേ? എന്താടോ മിണ്ടാത്തത്? ആരാ വിളിച്ചത്? അത് വന്ദന അകത്തായി എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാനാ ഞാൻ നിൽക്കുന്നത്. സ്റ്റേഷനിൽ നിന്നൊരു കോൺസ്റ്റബിളാ ജഗൻ സ്റ്റേഷനിൽ നിന്ന് വന്ദനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയെന്ന്. വന്ദന സ്റ്റേഷനിൽ കൊടുത്ത കേസ് ഊർജിതമായി അന്വേഷിപ്പിക്കാനും ജഗൻ പോലീസിനോട് പറഞ്ഞുവെന്ന്. സ്വന്തം മകൻ തന്നെ ശത്രുവാണെങ്കിൽ ഏത് ശക്തനായ കൊലകൊമ്പനായാലും മുട്ടുമടക്കി പോകും. രാഷ്ട്രീയത്തിൽ അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. മോൻ അച്ഛന് പാരയായാലും അച്ഛൻ മോന് പാരയായാലും അതപ്പതനം തന്നെ ഫലം. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്റെ കളി ശരിക്കും ഏറ്റിരിക്കുന്നു. വന്ദനെ ഒതുക്കാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയത് അവനാ, ജഗൻ. വന്ദനെ എന്ന മഹാമാരണത്തെ രക്ഷിച്ചു. പോരാഞ്ഞിട്ടിപ്പോ അവളുടെ പെറ്റീഷന്റെ അന്വേഷണവും ഊർജിതമാക്കാൻ പറഞ്ഞിരിക്കുന്നു. സെക്രട്ടറി, അതാണ് ജഗന്റെ നിലപാടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം സംഭവിക്കാനില്ല. എന്നാലും വന്ദന അറസ്റ്റിലായ വിവരം ആരായിരിക്കും ജഗൻ അറിയിച്ചത്? കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല സാറേ. അച്ഛാ, ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാൾ ഒട്ടും ശരിയല്ല. ഒരു നിരപരാധിയായ പെൺകുട്ടിയെ കള്ളിയാക്കാൻ എന്ത് ഉത്സാഹമായേക്ക്. നിയമപാലകൻ തന്നെ നിയമത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാ ശരിയാവൂ? ഇല്ല, ഒരു കാര്യവും ശരിയാവുന്ന ലക്ഷണമില്ല. ആ അച്ഛാ, ആ ഇൻസ്പെക്ടർ ഉടനെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. ചെയ്യാം, വേണ്ടത് ചെയ്തല്ലേ പറ്റൂ. അല്ല, അച്ഛൻ ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് ഇടപെടേണ്ടി വരും. കഷ്ടകാലം പിടിച്ചവൻ മുട്ടയടിച്ചപ്പം കല്ലുമഴ പെയ്തതുപോലായി. എന്റെ മുട്ടത്തിലേക്ക് പറഞ്ഞോളാം. മോളെ, നീ എന്തീ ആലോചിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് വന്ദനമ്മയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ.
ഈശ്വര, ഭാഗ്യം അത്. വല്ലതും പറ്റിയിരുന്നെങ്കിൽ എനിക്കും ആരും ഇല്ലാതായനെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മോളെ അനാഥയാക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്നെ രക്ഷിക്കാൻ ദൈവം ഒരാളെ അയച്ചില്ലേ? ജഗനങ്ങളിലല്ലേ ദൈവം അയച്ചത്? ജഗനങ്ങളിന് ഭയങ്കര വെറുപ്പായിരുന്നില്ലേ വന്ദനമ്മയ്ക്ക്? എന്തെല്ലാം വരക്കാ വന്ദനമ്മ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുന്നത് കാണാം, ചിലപ്പോൾ ചിരിച്ചോണ്ട് പോവും. സങ്കടം വിട്ടു പോയാലും ചിരിച്ചോണ്ട് പോയാലും വന്ദനമ്മയ്ക്ക് അങ്കിളിനോട് ദേഷ്യ. ജഗനങ്ങള് കള്ളനും ദുഷ്ടനും ഒന്നുമല്ല, നല്ലവനാ വന്ദനമ്മേ. വന്ദനമ്മ എന്നെ തല്ലിയാലും ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം?